ഒരു 4ാം ക്ലാസ്സുകാരനെ നാടകം അഭിനയിക്കാൻ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന അധ്യാപിക വിളിക്കുമ്പോൾ മനസ്സിനകത്തുണ്ടായ ഒരാശങ്ക. എൻ്റെ ആദ്യത്തെ പ്രേക്ഷക നിരൂപയായ അമ്മയുടെ ഇതിൽ നിന്ന് ഉദിച്ച സിനിമാ മോഹം വിദൂരത്ത് നിൽക്കുന്ന സിനിമാ ലോകത്തിൻ്റെ അടുത്തേക്ക് എത്തി നിൽക്കുകയാണ് പഴുതെന്ന മൂവി സംവിധാനം ചെയ്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ആദ്യം ഞാൻ സ്റ്റാർ വിജയൻ. ഐശ്വര്യ സുഭാഷ് എന്ന LLBക്ക് പഠിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. ഞങ്ങളുടെ സിനിമയുടെ ഹീറോ രജൻ കൃഷ്ണ. അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പുതുമുഖ നായകനായിരുന്നു ആക്ഷൻ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് വ്യക്തമായ ധാരണയുള്ള സൂക്ഷ്മാഭിനയം കൈമുതലാക്കിയ നടൻ. ഡയലോഗുകൾ വളരെ വേഗത്തിൽ പഠിച്ച് പറയാൻ പറ്റുന്ന നടൻ. മലയാളത്തിലെ വളർന്നു വരുന്ന ഒരു കലാകാരൻ, ഗായികളാണ്. സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ അത് കൃത്യമായി അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ കഴിവുള്ള പുതുമുഖ നായകൻ. ചോദ്യങ്ങൾ ചോദിച്ച് കൃത്യമായി സിറ്റുവേഷൻ എന്ത് ഇമോഷനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സംവിധാനമായി ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന നായിക. ഡെൻസൺ സെക്കൻഡ് ഹീറോ. ഇതിലൊരു പോലീസ് വേഷമാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത സ്ത്രീ സുരക്ഷയെക്കുറിച്ച് അവയർനെസ് നൽകുന്ന ടച്ച് മീ നോട്ട് എന്ന ഷോർട്ട് ഫിലിം പോലീസ് വേഷം ചെയ്തു. അന്ന് മുതൽ കേൾക്കുന്ന ഒരു കമൻ്റാണ്, അദ്ദേഹം ഈ പോലീസിൻ്റെ യൂണിഫോം ഇട്ട് നിന്നുകഴിഞ്ഞ ഒരു റിയൽ പോലീസാണ് അദ്ദേഹം എന്ന് ആൾക്കാർക്ക് തോന്നും. അനൂപ് മറ്റൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്ത ആക്ടറാണ് അനൂപ്. അനൂപിൻ്റെ ക്യാരക്ടർ ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു സീരിയസ് ക്യാരക്ടറാണ് സ്ക്രിപ്റ്റിനകത്ത്. പക്ഷേ അനൂപ് അതൊന്ന് ഇംപ്രൂവൈസ് ചെയ്തു അതിനകത്ത് ഒരു നർമ്മം കൊണ്ടുവരുന്ന രീതിയിൽ ഫസ്റ്റ് ഷോട്ട് അദ്ദേഹം ഒരു ഇംപ്രൂവൈസേഷൻ, അത് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും അതിനെ തുടർന്ന് അനൂപിനോട് പറഞ്ഞു ഈ ഒരു ലെവലിൽ തന്നെ പിടിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തമാശ കലർന്ന ഒരു ക്യാരക്ടർ ആക്കി മാറ്റിയെടുത്തപ്പോൾ ആ സിനിമയ്ക്ക് മറ്റൊരു ഫ്ലേവർ നൽകിയ ഒരു നടനാണ്. ഞങ്ങളെല്ലാം പുതിയ ആൾക്കാരാണ്. മുമ്പ് ചില ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്. പഴുതുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി ഞങ്ങൾ പ്രേക്ഷകരുടെ കയ്യിലേക്ക് ജനുവരി മാസം തരികയാണ്. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും അനുഗ്രഹവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഞങ്ങളെന്ന പുതിയ കലാകാരന്മാരെ സിനിമയുടെ ലോകത്തേക്ക് കൈപിടിച്ച് നിങ്ങൾ വളർത്തുകയാണ്. രജൻ കൃഷ്ണ കൊല്ലത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ ആദ്യത്തെ ഫിലിമാണ്. സ്റ്റാലിൻ സാറുമായിട്ട് ചേർന്ന് മനോഹരമായിട്ട് ചെയ്താൽ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ക്യാരക്ടർ ഇൻവെസ്റ്റിഗേഷൻ മൂവി ആയതുകൊണ്ട് സസ്പെൻസ് നിൽക്കുന്നത് കൊണ്ട് കൂടുതലായിട്ടൊന്നും പറയരുതെന്ന് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാൻ ഇപ്പോൾ പറ്റുന്നില്ല. ക്ഷമിക്കുക. എൻ്റെ പേര് നിള എന്നാണ്. സ്ഥലം ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രത്താണ് വരുന്നത്.
എൻ്റെയും ഡെബ്യൂ ഫസ്റ്റ് മൂവിയാണ്. ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് ആൻഡ് റൈറ്റിങ്ങിലും ഞാൻ കൈവച്ചിട്ടുണ്ട്. ആൻഡ് എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഭയങ്കര നല്ലൊരു ബോൾഡായിട്ടൊരു ക്യാരക്ടറാണ്. ആൻഡ് വിമൻ സെൻട്രലൈസ്ഡ് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റിയൊരു ഒരു ആക്ടിങ് മോഡുള്ള ഒരു ക്യാരക്ടറാണ്. കൂടുതൽ പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ പറയണം എന്ന് എനിക്ക് വലിയ സാധ്യതകളെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. കാര്യം സസ്പെൻസ് ഉള്ളത് കൊണ്ട് ഒരുപാട് ഡീറ്റെയിൽ ചെയ്യരുതെന്ന് പ്രത്യേക സ്റ്റൈൽ സാറ് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു ലേഡിയുടെ ഇമോഷൻ, ഒരു സ്ത്രീയുടെ ഇമോഷൻ സൈഡ്സ് കൂടുതലായിട്ട് നമുക്ക് തരാനായിട്ട് പറ്റിയൊരു വർക്കാണ്. അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. എൻ്റെ പേര് അനൂപ്, എൻ്റെ സ്ഥലം ചങ്ങനാശ്ശേരിയാണ്. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഇതിനു മുമ്പ് ഷോർട്ട് ഫിലിംസ്, സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. സാറ് പറഞ്ഞ പോലെ തന്നെ എനിക്കിതിൻ്റെ അകത്ത് ഒരു കഥാപാത്രം തന്നെ 2 സ്വഭാവ രീതിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഓരോ സീനിലും എന്തെങ്കിലും ഒരു എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പേടിച്ചാണ് ചെയ്തത്. അത് വഴക്ക് പറയും, അല്ലെങ്കിൽ ആ സീൻ കട്ട് ചെയ്ത് കളയും എന്നൊക്കെ പേടിച്ചാണ് ചെയ്തിരുന്നത്. പക്ഷെ അത് അദ്ദേഹം തന്നെയല്ല, സെറ്റുള്ള എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുകയും നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് ടൈസൺ തോമസ്. തൃശ്ശൂരാണ്, ദുബായിൽ വർക്ക് ചെയ്യുന്നു. കുറച്ച് ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ മൂവിയാണ്. ഇതിലൊരു പോലീസ് ഓഫീസറായിട്ടാണ് ഞാൻ കഥാപാത്രത്തെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലാം നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.